വെൽക്കം എവരി വൺ. ഷാഡോ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഫ്രീ പാത്ത് IAS പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ നമ്മൾ ലാസ്റ്റ് കുറച്ച് സെഷൻസിൽ നമ്മൾ എന്താണ് വർക്ക്ഷീറ്റാണ് ചെയ്തത്. സോ ഇന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ ഗോയിങ് വിത്ത് ദ സെയിം അപ്രോച്ച്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. കാരണം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് ഒരു 2020 തൊട്ട് 2023 വരെ ഫോളോ ചെയ്ത ഒരു പാറ്റേൺ ആണ്. ദ സം ഓഫ് 2 ഡിജിറ്റ് നമ്പർ എക്സ് ഒരു 2 ഡിജിറ്റ് നമ്പർ ആണ്, and the number obtained by reversing its digit is 66. Okay, if the digits are distinct and non-zero, how many values of x are possible? Question പറയുന്നത് x എന്ന് പറയുന്ന ഒരു 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്. ലെറ്റ്സ് റൈറ്റ് ഇറ്റ് ആസ് AB. ഇതാണ് 2 ഡിജിറ്റ് നമ്പർ. ഇതിനെ എന്ത് ചെയ്തു, റിവേഴ്സ് ചെയ്തപ്പോൾ എനിക്ക് y കിട്ടി. y എന്ന് പറഞ്ഞാൽ എന്താ, റിവേഴ്സിങ് ഓഫ് x ആണ്. റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിജിറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തു എന്നാണ് അർത്ഥം. ഡിജിറ്റിനെ എന്ത് ചെയ്തു, ഇന്റർചേഞ്ച് ചെയ്തു. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് BA എന്ന് കിട്ടും നമുക്ക്. എക്സ് AB ആണെങ്കിൽ y ഈസ് ഈക്വൽ ടു BA ആയിരിക്കും. ഇനി ഇവരുടെ സമ്മ് എക്സ് പ്ലസ് y അതാണ് പറയുന്നത്. ആൻഡ് ദ സം ഓഫ് 2 ഡിജിറ്റ് നമ്പർ എക്സ് ആൻഡ് ദ നമ്പർ ഒബ്റ്റെയിൻഡ് ബൈ റിവേഴ്സിങ് ഇറ്റ്സ് ഡിജിറ്റ് ഈസ് 66, വിച്ച് ഈസ് AB പ്ലസ് BA ഈസ് ഈക്വൽ ടു 66. ഇത് എന്ത് ചെയ്യണം, എക്സ്പാൻഷൻ, നമ്മൾ പഠിച്ച ഡിജിറ്റ് എക്സ്പാൻഷൻ യൂസ് ചെയ്യുക. ഓക്കെ, ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം, 10A പ്ലസ് B പ്ലസ് 10B പ്ലസ് A എന്ന് എഴുതാം അല്ലേ. AB എന്ന് പറഞ്ഞാൽ എന്താ, 10A പ്ലസ് B. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ 26 എടുത്തു കഴിഞ്ഞാൽ വിച്ച് ഈസ് 20 പ്ലസ് 6 ആണ് അല്ലേ. ദാറ്റ് ഈസ് 2 ഇൻറ്റു 10 പ്ലസ് 6 ഇൻറ്റു 1. സോ 10 ഇൻറ്റു A പ്ലസ് B, 10 ഇൻറ്റു B പ്ലസ് A. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് വരാം. 10A പ്ലസ് A എന്ത് കിട്ടും, 11A പ്ലസ് 10B പ്ലസ് B 11B ഈസ് ഈക്വൽ ടു 66. ഇത് നോക്കി, എല്ലാം 6ൻ്റെ മൾട്ടിപ്പിൾ ആണ്, 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ത്രൂ ഔട്ട് 11 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. ത്രൂ ഔട്ട് ഞാൻ 11 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം എനിക്ക് എന്ത് കിട്ടും, 11A ഡിവൈഡഡ് ബൈ 11A പ്ലസ് 11B ഡിവൈഡഡ് ബൈ 11 ചെയ്യുമ്പോൾ എനിക്ക് B കിട്ടും. 66നെ 11 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, 6 കിട്ടും. ഇനി ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഡിജിറ്റ്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് നോൺ സീറോ. എയും ബിയും ഡിസ്റ്റിങ്ക്റ്റ് ആണ്, സീറോ അല്ല, നോൺ സീറോ ആണ്. ഹൗ മെനി വാല്യൂസ് ഓഫ് എക്സ് ആർ പോസിബിൾ? അതായത് ഇവിടെ എനിക്ക് ഏതൊക്കെ വാല്യൂ കൊടുക്കാം, എക്കും ബിക്കും ഏതൊക്കെ വാല്യൂ കൊടുക്കുമ്പോൾ 6 കിട്ടും. 1 പ്ലസ് 5 6 കിട്ടും അല്ലേ. അടുത്തത് 2 പ്ലസ് 5 6 കിട്ടും. 2 പ്ലസ് 4 6 കിട്ടും അല്ലേ. ദാറ്റ് മീൻസ് എനിക്കിപ്പോൾ ഞാൻ A1 എടുത്താൽ B എനിക്ക് എന്തെടുക്കണം, 5 എടുക്കണം. ഞാൻ A5 എടുത്താൽ Bക്ക് 1 എടുക്കാം. അടുത്തത് Aക്ക് ഞാൻ 2 എടുത്തു, അപ്പോൾ B എന്ത് ചെയ്യണം, 4 എടുക്കണം. തിരിച്ചു എടുക്കാം, B4 എടുത്തു, Aക്ക് 2 എടുക്കാം. 3 എടുക്കാൻ പാടില്ല, കാരണം ഡിസ്റ്റിങ്ക്റ്റ് ആണ് ഡിജിറ്റ്സ്. ഇപ്പോൾ 3 എന്താ എടുത്താൽ എന്തായി പോവും, Aയും 3 ആകും, Bയും 3 ആകും. അതാണ് 3യുടെ പ്രത്യേകത. എയും ബിയും ഡിസ്റ്റിങ്ക്റ്റ് ആണ്, സെയിം ആകാൻ പാടില്ല. ദേ ആർ ഡിസ്റ്റിങ്ക്റ്റ് നോൺ സീറോ ഡിജിറ്റ്. സോ 2, 4 ആൻഡ് 4, 2. ഇപ്പോൾ എത്ര നമ്പേഴ്സ് ആയി, 15, 51, 24 ആൻഡ് 42. വേറെ ഏതെങ്കിലും നമ്പർ പോസിബിൾ ആണോ? 60 എടുക്കാൻ പറ്റില്ല, 06 എടുക്കാൻ പറ്റില്ല, കാരണം നോൺ സീറോ ഡിജിറ്റ്സ് ആണെന്ന് എടുത്ത് പറയുന്നുണ്ട്. സോ ടോട്ടൽ പോസിബിൾ വാല്യൂ 4 ആണ് ടോട്ടൽ പോസിബിൾ വാല്യൂ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഓർത്ത് വെക്കുക. റിവേഴ്സിങ് ദ നമ്പേഴ്സ്, നമ്പർ തരും, അതിൻ്റെ റിവേഴ്സ് തരും. നമ്മൾ യൂസ് ചെയ്യുന്ന ഫോം എക്സ്പാൻഷൻ. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12. എ 3 ഡിജിറ്റ് നമ്പർ ഹാസ് 0 ഇൻ ഇറ്റ്സ് യൂണിറ്റ് പ്ലേസ്. ഒരു 3 ഡിജിറ്റ് നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 0 ആണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് നമ്പർ and the number formed by interchanging the first and second digit. So it is AB0 ആയിരുന്നു. ഓക്കെ, ഇനി വേറൊരു നമ്പർ ഉണ്ട്, ഇത് നമുക്ക് x എന്ന് കൊടുക്കാം. അടുത്ത y എന്ന് പറയുന്ന നമ്പർ എന്താണ്, നമ്പർ ഫോംഡ് ബൈ ഇന്റർചേഞ്ചിങ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിജിറ്റ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിജിറ്റ്, അതായത് BA ഇന്റർചേഞ്ച് ചെയ്തു. ഓക്കെ, ഇനി ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ദാറ്റ് മീൻസ് x മൈനസ് y എന്ന് പറയുന്നത്, it is given that it is 270. It is 270. അങ്ങനെയാണെങ്കിൽ what are the possible values of the given in the original number?
ഈ ഓപ്ഷനിൽ ഏതാണ് ഒറിജിനൽ നമ്പർ എന്നാണ് ചോദ്യം. സോ നോക്കിയേ, എക്സ് എന്ന് പറയുന്നത് AB0 എന്ന് പറയുന്ന ഒരു 3 ഡിജിറ്റ് നമ്പർ, വൈ എന്ന് പറയുന്നത് എന്താ, എക്സിലെ ഈ രണ്ട് നമ്പറിനെ ഇന്റർചേഞ്ച് ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് BA0. ഇനി ഇവരുടെ രണ്ടുപേരും ഡിഫറൻസ് എടുത്താൽ 270 കിട്ടും. നമുക്ക് നോക്കാം. എന്തെടുക്കുന്നു, AB0 മൈനസ് BA0 ഈസ് ഈക്വൽ ടു 270. സെയിം എക്സ്പാൻഷൻ, സെയിം. സോ ഇതെന്ത് കിട്ടുന്നത് 100A ആണ്. ഓക്കെ, 100A പ്ലസ് 10B 0 ആണ്, ഒന്നും ചെയ്യണ്ട, മൈനസ് ഇത് 100B മൈനസ് 10A ഈസ് ഈക്വൽ ടു 270. 100 minus 10, that is 90A minus 90B is equal to 270. Or throughout എനിക്ക് 90 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യുക അല്ലേ, ബിക്കോസ് എല്ലാം 90യുടെ മൾട്ടിപ്പിൾ ആണ്, എല്ലാം 90യുടെ മൾട്ടിപ്പിൾ. 90യുടെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ A മൈനസ് B ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. അതായത് ഡിജിറ്റിൻ്റെ ഡിഫറൻസ് 3 കിട്ടണം. ഇനി ഓപ്ഷൻ നോക്കുക, ഏതിനകത്താണ് ഡിജിറ്റിൻ്റെ ഡിഫറൻസ് 3 വരുന്നത്. 960 എടുക്കുക. 960യിലെ ഡിജിറ്റ് ഏതൊക്കെയാണ്, എയും ബിയും 9 and 6. അവരുടെ ഡിഫറൻസ് എന്ത് കിട്ടും, 3 കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ 960. ഓപ്ഷൻ എ എന്താണ്, 960. ഓക്കെ, ബാക്കി ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ എയിൽ ആൻസർ കിട്ടി. സോ യു ക്യാൻ ഗോ വിത്ത് ഓപ്ഷൻ എ 960. വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ബി 75, 750. ഡിജിറ്റ്സിൻ്റെ ഡിഫറൻസ് നോക്കാം. 7 minus 5 അല്ലേ, 7 minus 5 2. നമുക്ക് 3 കിട്ടണം അല്ലേ. A മൈനസ് ബി നമുക്ക് 3 ആണ് കിട്ടേണ്ടത്, പക്ഷേ ഇവിടെ നമുക്ക് 2A കിട്ടിയുള്ളൂ. അടുത്തത് എന്ത് ചെയ്യാം, 830. 830ൽ 8 minus 3 നമുക്ക് 5 ആണ് കിട്ടുന്നത്. നമുക്ക് 3 വേണം, 5 അല്ലേ കിട്ടിയത്. അടുത്തത് 650. 650ൽ 6 minus 5 1 ആണ്. സോ നോക്കിയേ, ഇവിടെ ഒന്നും ഡിഫറൻസ് 3 അല്ല, ഡിഫറൻസ് 3 ആയിട്ടുള്ളത് 960, which is 9 minus 6 is equal to 3. സോ ആൻസർ ഈസ് ഏതാണ് ഒറിജിനൽ നമ്പർ, 960 ആണ് ഒറിജിനൽ നമ്പർ. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ വെരിഫിക്കേഷനിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഓപ്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുന്നു 960, ഇതിൽ നിന്ന് ആരെ കുറയ്ക്കുക, ഇന്റർചേഞ്ച് ചെയ്യുക, ഇതെന്ത് ചെയ്യും 690 ആകും. ഡിഫറൻസ് എടുക്കുക, ഡിഫറൻസ് എടുക്കുമ്പോൾ 270 കിട്ടുന്നുണ്ടോ നോക്കുക. ദാറ്റ്സ് ഇറ്റ്. ഏത് ഓപ്ഷനാണോ ഡിഫറൻസ് 270 തരുന്നത് അതായിരിക്കും ആൻസർ. സോ ഞാൻ 960 എടുത്തു, എന്ത് ചെയ്തു, ഡിജിറ്റ് ഇന്റർചേഞ്ച് ചെയ്തു. ഡിജിറ്റ് ഇന്റർചേഞ്ച് ചെയ്യുന്ന സമയത്ത് 960 690 ആകും. എന്ത് ചെയ്യുക, ഡിഫറൻസ് എടുത്തപ്പോൾ എനിക്ക് 270 കിട്ടി അല്ലേ. ദാറ്റ് മീൻസ് എൻ്റെ ആൻസർ എന്താണ്, 960 ആണ്. സോ ഇത്രയും ചെയ്യാതെ വെറും ഓപ്ഷൻ വെരിഫിക്കേഷൻ ചെയ്താൽ ആൻസർ കിട്ടും. എക്സാമിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു അപ്രോച്ചാണ് ഓപ്ഷൻ വെരിഫിക്കേഷൻ. എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെ ചെയ്തെടുക്കണമെന്നില്ല. അതുപോലെ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാനും പറ്റില്ല. ചില ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, ഓപ്ഷൻ അങ്ങ് നോക്കുക, ആ ഓപ്ഷൻ എടുത്ത് ഇട്ട് കൊടുക്കുക, എന്ത് കിട്ടും, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, യെസ്, ഇത്രയാണ് നമുക്ക് വർക്ക്ഷീറ്റിലുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ നൗ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ് വി ആർ ഗോയിങ് ഫോർ എ ന്യൂ കൺസെപ്റ്റ്. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ ന്യൂ കൺസെപ്റ്റ്. യെസ്, സോ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെസിമൽ നമ്പറിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ എന്തിലേക്ക് തിരിച്ചു വരുന്നു, ഡെസിമൽ നമ്പർ. ഡെസിമൽ നമ്പറിനെ എനിക്ക് എങ്ങനെ എഴുതാം, ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഒരു ഡെസിമൽ നമ്പറിനെ എനിക്ക് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 0.25 എന്ന് എഴുതി. ഇതിനെ എനിക്ക് എങ്ങനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം, സിമ്പിളാണ്. എത്ര ഡെസിമൽ പോയിന്റ് ഉണ്ട്, 2 എണ്ണം. ഞാൻ ഇതിനെ 25 എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ 2 ഡെസിമൽ പോയിന്റ്, അതിനർത്ഥം ഞാൻ അതിനെ ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതണം. എനിക്കൊരു ഡെസിമൽ നമ്പറിനെ എന്താക്കി എഴുതാൻ പറ്റും, ഫ്രാക്ഷൻ ആക്കി എഴുതാൻ പറ്റും. ഓക്കെ, എന്ത് ചെയ്താൽ മതി, ഡെസിമൽ എത്ര ഡെസിമൽ പോയിന്റ് ഉണ്ടെന്ന് നോക്കുക, അതിനനുസരിച്ച് താഴെ 10ന്റെ പവർ കൊണ്ടുവരിക. ഇവിടെ 2 ഡെസിമൽ പോയിന്റ്, സോ 100. ഇപ്പം ഞാനിതിനെ 1.752 അതിനെനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 1752 ഡിവൈഡഡ് ബൈ എത്ര ഡെസിമൽ പോയിന്റ് ഉണ്ട്, 3 ഡെസിമൽ പോയിന്റ് ഉണ്ട്. ഞാൻ അപ്പോൾ എന്ത് ചെയ്യണം, യെസ് 1000 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യണം, 1000 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മൾ ഡെസിമൽ നമ്പറിനെ എന്താക്കുന്നത്, ഫ്രാക്ഷൻ ആക്കുന്നത്. ഓക്കെ, ഡെസിമൽ നമ്പറിനെ നമ്മൾ എന്താക്കുന്നു, ഫ്രാക്ഷൻ ആക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആരുടെ, ഓഫ് ഫ്രാക്ഷൻ.
എന്ത് ചെയ്യുന്നു? ഫ്രാക്ഷൻ, ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകാം. ഞാൻ ഫ്രാക്ഷനെ എ ബൈ ബി ഒരു ഫ്രാക്ഷൻ ഇൻറ്റു സി ബൈ ഡി, രണ്ട് ഫ്രാക്ഷൻ എടുത്തു, എ ബൈ ബി ഇൻറ്റു സി ബൈ ഡി. മൾട്ടിപ്ലൈ ചെയ്യുമ്പം ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. സോ എ ഇൻറ്റു സി ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു ഡി. എ ഇൻറ്റു സി ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു ഡി. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എക്സാമ്പിൾ 2/7 ഇൻറ്റു 3/5. ആൻസർ എന്തായിരിക്കും? ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നു, വിച്ച് ഈസ് 7 ഇൻറ്റു 5, 6/35. ഓക്കെ, ഇതാണ് എന്ത്? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻ. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി അടുത്ത ഡിവിഷനിലേക്ക് പോകാം. ഡിവിഷനിലാണ് കുറച്ച് വ്യത്യാസമുള്ളത്. എന്ത് ചെയ്യുന്നു? ഞാൻ എ ബൈ ബി ഡിവൈഡഡ് ബൈ സി ബൈ ഡി ചെയ്യുന്നു. രണ്ട് ഫ്രാക്ഷൻ തമ്മിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ഡിവിഷന് മുമ്പ് നമുക്കിനിയും റെസിപ്രോക്കൽ എന്ത് ചെയ്യുക? റെസിപ്രോക്കൽ ഓഫ് എ ഫ്രാക്ഷൻ. ഒരു ഫ്രാക്ഷൻ തന്നിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ ചോദിക്കുന്നു. ഫോർ എക്സാമ്പിൾ 2/3. 2/3 തന്നിട്ട് 2/3യുടെ റെസിപ്രോക്കലാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ഈ 2/3യെ നേരെ അങ്ങ് ഫ്ലിപ്പ് ചെയ്യുക. എന്ത് കിട്ടും? 3/2. എന്ത് കിട്ടും? യു വിൽ ബി ഗെറ്റിംഗ് 3/2. 2/3യുടെ റെസിപ്രോക്കലാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2/3യെ അങ്ങ് ഫ്ലിപ്പ് ചെയ്താൽ മതി. യു വിൽ ബി ഗെറ്റിംഗ് 3/2. ഇതാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? ഡിവിഷന് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ കൺസെപ്റ്റ് നമ്മൾ എവിടെ യൂസ് ചെയ്യും? ഡിവിഷന് യൂസ് ചെയ്യും. സോ നമുക്ക് നോക്കിയാലോ, ഡിവിഷന് യൂസ് ചെയ്യാം. എ ബൈ ബി ഡിവൈഡഡ് ബൈ സി ബൈ ഡി. സോ എന്ത് എഴുതുക? ഫസ്റ്റ് ഫ്രാക്ഷന് ഒരു ചേഞ്ചും ഇല്ല, ഫസ്റ്റ് ഫ്രാക്ഷൻ അതുപോലെ തന്നെ എഴുതുക, എ ബൈ ബി. ഡിവിഷൻ മാറ്റി എന്താക്കണം? അത് മൾട്ടിപ്ലിക്കേഷൻ ആക്കുക, എ ബൈ ബി ഇൻറ്റു ആക്കുക അത്. ഓക്കെ, സോ രണ്ട് ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫ്രാക്ഷൻ അതുപോലെ തന്നെ എഴുതുക. സെക്കൻഡ് ഫ്രാക്ഷൻ എഴുതുന്നതിന് മുമ്പ് ഒരു ഡിവിഷൻ സൈൻ ആണല്ലോ ഉള്ളത്, ആ ഡിവിഷനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കുക. എന്നിട്ട് സെക്കൻഡ് ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. ദാറ്റ് ഈസ് സി ബൈ ഡിയുടെ റെസിപ്രോക്കൽ ഡി ബൈ സി. സോ ഇറ്റ് ഈസ് എ ബൈ ബി ഇൻറ്റു ഡി ബൈ സി എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഈസ് 7/8 ഡിവൈഡഡ് ബൈ 9/5. 7/8 ഡിവൈഡ് ബൈ 9/5. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ 7/8 ആദ്യം എഴുതി, ഇൻറ്റു 9/5നെ ഞാൻ റെസിപ്രോക്കൽ എടുത്തു. ഇറ്റ് വിൽ ബി 5/9. സോ ഫസ്റ്റ് ഫ്രാക്ഷൻ അതുപോലെ എഴുതി, ഡിവിഷൻ ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ആക്കി, 9/5 ഞാൻ ഫ്ലിപ്പ് ചെയ്ത് 5/9 ആക്കി. ഇനി എന്ത് ചെയ്യണം? ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മൾ നോർമൽ ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ ചെയ്ത പോലെ ഇവരെ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 7 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 9. 7 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 9. ഓക്കെ, യെസ്. സോ നമുക്ക് എന്ത് കിട്ടും? 7 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 9, വിച്ച് ഈസ് 35/72. 35/72 എന്നെനിക്ക് എഴുതാം. ഇതാണ് എന്ത്? ഫ്രാക്ഷൻ്റെ എന്ത്? ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രാക്ഷൻ്റെ ഡിവിഷൻ. നൗ യെസ്, നെക്സ്റ്റ് വൺ. ഇപ്പം എൻ്റെ ഒരു ഫ്രാക്ഷനിൽ ഡിനോമിനേറ്ററിൽ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടെന്ന് കരുതുക. ഓക്കെ, അക്കോർഡിംഗ് ടു കൺവെൻഷൻ 2/-6നെ എനിക്ക് എങ്ങനെ എഴുതാം? -2/6 എന്ന് എഴുതാം. കാരണം നമ്മൾ എന്ത് ചെയ്യില്ല? നെഗറ്റീവ് ഒന്നും ഡിനോമിനേറ്ററിൽ നമ്മൾ വെക്കാറില്ല. സോ 2/-6നെ നമ്മൾ എന്ത് ചെയ്യും? -2/6 എന്ന് എഴുതും. ഇനി എൻ്റെ ഫ്രാക്ഷന് രണ്ട് സ്ഥലത്തും നെഗറ്റീവ് ഉണ്ട്. -2/-6 ന്യൂമറേറ്ററിലും ഉണ്ട്, ഡിനോമിനേറ്ററിലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഈ മൈനസ് സൈൻ അങ്ങ് ക്യാൻസൽ ചെയ്യാം. -2/-6നെ എനിക്ക് എന്തെന്ന് എഴുതാം? 2/6 എന്ന് എഴുതാം. -2/-6നെ എനിക്ക് എന്തെഴുതാം? 2/6 എന്ന്
എഴുതാൻ പറ്റും. ഓക്കെ, യെസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് സെഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വി വിൽ കണ്ടിന്യൂ വിത്ത് other concept. Thank you.